OP ടിക്കറ്റിന് മണിക്കൂറുകൾ ക്യൂ നിൽക്കേണ്ടി വരുന്നു. പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. ജില്ലാ ആശുപത്രിയിലെ റിസപ്ഷൻ കൗണ്ടറിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് സംബന്ധിച്ചുള്ള UHID കാർഡ് ഓൺലൈൻ വഴിയാണ് എടുക്കേണ്ടത്. അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ആശുപത്രിയിലെ റിസപ്ഷൻ കൗണ്ടറിൽ നിന്ന് ലഭിക്കും. OP ടിക്കറ്റ് ഉൾപ്പെടെ ഓൺലൈൻ വഴി എടുക്കാവുന്ന e-ഹെൽത്ത് സംവിധാനത്തിലേക്ക് മാറുകയാണ് പാലക്കാട് ജില്ലാ ആശുപത്രി. അതിന്റെ ഭാഗമായിട്ടുള്ള പരിഷ്കരണമാണ് ഇവിടെ നടക്കുക. ഈ UHID കാർഡ് മുഖേനയാണ് ഇനി മുതൽ OP ടിക്കറ്റ് വിതരണം ചെയ്യുക. അതുകൊണ്ട് തന്നെ ഈ രോഗികൾക്ക് കൂടുതൽ പ്രയോജനം കിട്ടുന്ന ഒരു സംവിധാനമാണ്. അത് പൂർണ്ണാർത്ഥത്തിൽ നടപ്പിലാവുകയാണെങ്കിൽ, അതായത് ഓൺലൈനായി OP ടിക്കറ്റ് എടുക്കാം, ഡോക്ടറുടെ അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യാം, ബില്ലടയ്ക്കാം. അത് ജില്ലയിലെ താലൂക്ക് ആശുപത്രികളിലും പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിലുമായി 42 ഇടങ്ങളിലാണ് പാലക്കാട് ജില്ലയിൽ ഇത് നടപ്പാക്കുക. അടുത്ത വർഷം പകുതിയോടെ എല്ലാ ആരോഗ്യ കേന്ദ്രങ്ങളിലും ഈ പദ്ധതി നടപ്പാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ അതിന്റെ ആദ്യ ദിവസങ്ങളിൽ ഉണ്ടാകുന്ന രോഗികളുടെ ബുദ്ധിമുട്ട് അത് പരിഹരിക്കാനുള്ള ബദൽ സംവിധാനങ്ങൾ കൂടി വേണമായിരുന്നു. അതെന്തായാലും ഇല്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ മണിക്കൂറുകളുടെ ക്യൂ നിൽക്കേണ്ടി വരുന്നത്. ആളുകൾക്ക് കൃത്യമായ അറിയിപ്പുകളൊക്കെ കൊടുക്കാനും അവരെ ഇപ്പോൾ പാനിക് ആവേണ്ടതില്ല, നിങ്ങൾക്ക് സംവിധാനത്തിലേക്ക് പൂർണ്ണമായി എത്തുന്നതുവരെയുള്ള ബുദ്ധിമുട്ടാണിത് എന്നൊക്കെ മനസ്സിലാക്കി കൊടുക്കാനും ഒക്കെ ആശുപത്രി അധികൃതർ തയ്യാറാകുന്നുണ്ടോ ഇക്ബാൽ? സുജയ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഹെൽത്ത് സംവിധാനം പൂർണ്ണമായി നടപ്പിലായാൽ പിന്നീട് ഈ ക്യൂ നിൽക്കേണ്ട ഗതികേട് അല്ലെങ്കിൽ ക്യൂ നിൽക്കേണ്ട അവസ്ഥ ഇവിടെ എത്തുന്ന രോഗികൾക്ക് ഉണ്ടാവില്ല. മുഴുവൻ ആളുകൾക്കും വീട്ടിലിരുന്ന് തന്നെ ഈ OP ടിക്കറ്റ് എടുക്കാം, ഡോക്ടറെ കാണേണ്ട സമയം അവർക്ക് തീരുമാനിക്കാം. പക്ഷേ നിലവിൽ ഈ ഒരു സംവിധാനം പൂർണ്ണമായി നടപ്പിലാക്കാൻ അല്ലെങ്കിൽ ഈ UHID കാർഡ് വിതരണമോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് UHID കാർഡ് എടുക്കേണ്ടതെന്ന കാര്യത്തിൽ കൃത്യമായി ജനങ്ങളെ അറിയിക്കുന്നതിലോ ഒരു വീഴ്ച സംഭവിച്ചാണ് ഇപ്പോൾ ഏതായാലും ഇത്തരത്തിലൊരു തിരക്ക് പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ഉൾപ്പെടെ ഉണ്ടാവാൻ ഇപ്പോൾ കാരണമായിട്ടുള്ളത്. ഏതായാലും മുഴുവൻ ആളുകൾക്കും ചികിത്സ ഇന്ന് ഉറപ്പാക്കുമെന്ന് പറയുമ്പോഴും കുറേ ആളുകൾ ഇവിടെ എത്തി ഈ ക്യൂ നിൽക്കാൻ കഴിയാതെ മടങ്ങിപ്പോകുന്ന ഒരു കാഴ്ചയും കൂടിയും പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. കൊടുമ്പിൽ നിന്നാണ്. ഞാൻ 8 മണിക്ക് വന്നാണ്, ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഞാൻ പിന്നെയും കുഴപ്പമില്ല, വയസ്സായ കിട്ടിയിട്ടില്ലേ? പഴയ ചീട്ടുണ്ട്, പഴയ OP ഉണ്ട്, കിട്ടിയിട്ടില്ല. വരുന്ന ഇപ്പൊ പഴയ OP ഉണ്ടെങ്കിൽ സീല് വെച്ച് തരും പറഞ്ഞു, അപ്പൊ ഞങ്ങൾ നോക്കാൻ വേണ്ടി. ഇതാണ് പല ആളുകൾക്കും ഇപ്പോഴും ഈ കാര്യത്തിൽ വലിയ രീതിയിലൊരു കൺഫ്യൂഷൻ നിലനിൽക്കുന്നുണ്ട്. എവിടെയാണ് ഇത് രജിസ്റ്റർ ചെയ്യേണ്ടത്, എവിടെ പോയാലാണ് ഈ UHID കാർഡുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ഒരു തീരുമാനം ഉണ്ടാകുക എന്നുള്ള കാര്യത്തിൽ ആളുകൾക്ക് ഇപ്പോഴും പല രീതിയിൽ സംശയമുണ്ട്. ഇക്ബാലിനോട് ചോദിക്കുന്ന ആളുകൾക്ക് അതിന്റെ ഒരു കാര്യങ്ങൾ കൂടി പറഞ്ഞു കൊടുക്കൂ. ജില്ലാ ആശുപത്രിയിൽ, പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ റിസപ്ഷൻ കൗണ്ടറിലാണ് അവർക്ക് ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭിക്കുക. ഇപ്പോൾ ആധാർ കാർഡുമായി പോയാൽ ഇന്നിപ്പോൾ OP ടിക്കറ്റ് എടുക്കാൻ കഴിയും. രോഗികളുടെ ഇന്നത്തെ ആ ഒരു ബുദ്ധിമുട്ട് കാണുമ്പോൾ അത് ആ കാര്യം നമുക്ക് കൂടി അറിയിക്കാം ഇക്ബാൽ. ഇത്രയും നേരം ഇല്ലില്ല, ഇന്നാണെന്നുള്ള കാര്യം അറിയില്ല. അതന്നെ അതിന്റെ സിസ്റ്റം എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയില്ലല്ലോ സാറേ. എല്ലാവർക്കും അറിയോ? ഇപ്പം എല്ലാവർക്കും ഇപ്പം ഈ ഓൺലൈനിലൂടെ കയറാനും അതിന് സംവിധാനം അറിയില്ലല്ലോ. അത് ഇപ്പം ഞാൻ വേറെ ആൾ മുഖാന്തരം ഞാൻ എടുത്തു. പക്ഷേ എൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത്, മൊത്തം ജനങ്ങളുടെ കാര്യം ഞാൻ പറയുന്നത്. അല്ലല്ല, ഇവിടെ നേരിൽ വന്നിട്ട് എടുത്തത്. ഇത് എല്ലാവർക്കും അറിയില്ലല്ലോ. ഞാൻ മിനിങ്ങാന്ന് എടുത്തു, പക്ഷേ ഭാര്യയ്ക്ക് വേണ്ടി ഇന്ന് എടുക്കാൻ വേണ്ടി വന്നു. ഭാര്യയ്ക്ക് അന്ന് എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ എടുക്കുമ്പോൾ ഇവരുടെ സിസ്റ്റമൊക്കെ മാറി, വേറെ ആൾക്ക് എടുക്കാനും പറ്റില്ല. അപ്പം എൻ്റെ കാര്യം മാത്രമല്ല പറയുന്നത്, എല്ലാവർക്കും ഇത് ഓൺലൈനിൽ സംവിധാനം എല്ലാവർക്കും ചെയ്യാൻ അറിയില്ലല്ലോ. കൃത്യമായി സുജയ സൂചിപ്പിച്ച പോലെ തന്നെ ആളുകൾക്ക് കൃത്യമായ ഒരു അവബോധം ഉണ്ടാക്കേണ്ടതായിരുന്നു. ഈ ആശുപത്രി അധികൃതർക്ക് അങ്ങനെയുള്ള ഒരു ബോധവൽക്കരണ കാര്യം കൂടി അവർ ചെയ്യേണ്ടതുണ്ട്. ഓൺലൈനായി UHID കാർഡ് എടുക്കാൻ ഇപ്പോൾ നമ്മളെ റിപ്പോർട്ടറിനെ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളുടെ അറിവിലേക്കാണ് www.ehealth.kerala.gov.in ഈ പോർട്ടലിൽ കയറിയാണ് രജിസ്റ്റർ ലിങ്ക് ക്ലിക്ക് ചെയ്യേണ്ടത്. അതിൽ നിങ്ങളുടെ ആധാർ നമ്പർ കൊടുക്കണം. ആധാർ നമ്പറാണ് ഇതിന്റെ ഒരു ബേസ്. അപ്പോൾ ആധാർ നമ്പർ കൊടുക്കുക. ആധാർ നമ്പർ കൊടുത്തു കഴിയുമ്പോൾ ആധാർ ഏത് മൊബൈൽ നമ്പറുമായിട്ടാണ് നിങ്ങൾ ലിങ്ക് ചെയ്തിരിക്കുന്നത് അതിലേക്കായിരിക്കും OTP വരിക. ഈ OTP കൊടുക്കുമ്പോഴാണ് ഈ വ്യക്തിഗത ആരോഗ്യ തിരിച്ചറിയൽ നമ്പർ കിട്ടുക. ഇത് നിങ്ങൾക്ക് പിന്നീടുള്ള ചികിത്സകൾക്ക് വിവിധ ആശുപത്രികളിൽ പോകുമ്പോൾ ആ സർക്കാർ ആശുപത്രികളിലെല്ലാം നിങ്ങൾക്ക് പ്രയോജനപ്പെടും. ഇതുപോലെ മണിക്കൂറുകൾ പോയി ക്യൂ നിൽക്കേണ്ട, കൃത്യം അപ്പോയിന്റ്മെന്റ് എടുത്തതിന് ശേഷം ആ സമയത്ത് എത്തിയാൽ മതിയാകും. പൂർണ്ണാർത്ഥത്തിൽ നടപ്പാവുകയാണെങ്കിൽ നല്ല സംവിധാനമാണ്. പക്ഷേ അതിന്റെ ആദ്യ ദിവസങ്ങളിലെ ഒരു ആശയക്കുഴപ്പമൊക്കെയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മണിക്കൂറുകളായി കാത്തു നിൽക്കുന്ന രോഗികൾ. പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ കാര്യങ്ങളാണ് ഇക്ബാൽ അറക്കൽ പങ്കുവച്ചത്.